എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ ഓക്കെയാണ്, അൽഹംദുലില്ലാ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സുഖമായിട്ട് പോകുന്നു. ഞാന് കഴിഞ്ഞ ഒരു 2 ദിവസം മുന്നേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെയിലി ചെയ്ത ടാസ്കുകൾ എന്തൊക്കെയാന്നൊക്കെ പറഞ്ഞ് ഒരു കലണ്ടറിൽ നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പൊ ആ സമയത്ത് ഞാൻ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ജപ്പാനിൽ വന്നിട്ട് 1 മന്ത് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ചെയ്യണം, ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ചെയ്യണം ഞാൻ വിചാരിച്ചായിരുന്നു. പിന്നെ വിചാരിച്ചു സാലറി ക്രെഡിറ്റ് ആയിട്ട് ചെയ്യാമെന്ന്. കാരണം ഇതിന്റെ ഇടയിൽ ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഓരോ തിരക്ക് കാരണം, അതായത് എസ്പെഷ്യലി ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ. ലൈക്ക് ഇത്രയും കാലം പാരന്റ്സിന്റെ കൂടെ, സിബ്ലിങ്സിന്റെ കൂടെയൊക്കെ ആയിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട് നടത്തിക്കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു റൂം, ഒരു ചെറിയൊരു ഫ്ലാറ്റ് പോലെയാണെന്നുണ്ടെങ്കിലും അതൊരു വീട് പോലെ തന്നെയാണ് എന്നെ സംബന്ധിച്ച്. അപ്പൊ അത് കൊണ്ട് നടക്കേണ്ടതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാനിപ്പോ എന്റെ ഉമ്മ എങ്ങനെയാണ് നമ്മളെ വീട്ടിലുള്ളവരെല്ലാവരെയും നോക്കുന്നതും വീട് നോക്കുന്നതും പുറത്തു പോയി ജോലി എടുക്കുന്നതും എന്നൊക്കെ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. കാരണം ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇത് ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത്. ഇപ്പോ റൂമിലേക്ക് ഓഫീസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് ഫുൾ പണിയായിരിക്കും, രാവിലെ പോകുമ്പോൾ പണിയായിരിക്കും, ഓഫീസിലും പണിയാണ്, ഫുൾ ജോലിയാണ്. അപ്പൊ നമുക്ക് ഓൾറെഡി മനസ്സിലാവും അമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാരുടെ ബുദ്ധിമുട്ടുകൾ എന്താന്നൊക്കെ ഉള്ളത്. അപ്പൊ അതങ്ങനെ ഒരു കാര്യം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഞാനിങ്ങനെ ഡേറ്റ് നോട്ട് ചെയ്തപ്പോൾ മനസ്സിലായി 1 മന്ത് ആയി. പിന്നെ വിചാരിച്ചു സാലറി ക്രെഡിറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ഇടാന്നാ വിചാരിച്ചേ. അങ്ങനെ ഫൈനലി എന്റെ സാലറി ക്രെഡിറ്റ് ആയി. എന്റെ ഫസ്റ്റ് 6 ഡിജിറ്റ് സാലറി ആണ്. എന്നെ സംബന്ധിച്ച് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലൂടെയാണ് ഞാൻ ഇപ്പം കടന്നു പോകുന്നത്. എന്റെ മനസ്സ് പോലെ തന്നെ ഇന്ന് പ്രകൃതിയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കൈ ആണ്. അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞ് എന്നാൽ കൂൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അത്രയും ഹാപ്പിയാണ് ഞാൻ. അൽഹംദുലില്ലാ, എന്റെ സാലറി ക്രെഡിറ്റ് ആയി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ക്വിസാറ്റ് പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഓരോ പാർട്ട് ടൈം ജോബ്സ് ഒക്കെ എടുക്കുമായിരുന്നു. ഞാനിങ്ങനെ ഓൺലൈൻ ട്യൂഷൻസും അതുപോലെ തന്നെ കോണ്ടന്റ് റൈറ്റിംഗും അങ്ങനെയൊക്കെ ഓരോ ചെയ്ത് എനിക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു പോക്കറ്റ് മണി പോലെ എനിക്ക് സാലറി കിട്ടുമായിരുന്നു. ആ കിട്ടുന്നത് മാക്സിമം 10,000 ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇന്ന് അതിൽ നിന്ന് മാറി 6 ഡിജിറ്റിലോട്ടായി. സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയാണ്. വളരെയധികം സന്തോഷം. കാരണം ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് ആണ്, അല്ലെങ്കിൽ ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയത് കാരണമാണ് ഞാൻ ജപ്പാനിലോട്ട് വന്നത്. ഏതൊരു എഞ്ചിനീയറിന്റെയും ഫൈനൽ ഡ്രീം എന്ന് പറയുന്നത് എന്താണ്? ജപ്പാനിൽ ഒരു തവണയെങ്കിലും വരണം, ഇവിടുത്തെ ടെക്നോളജി കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് ഈ ഒരു ചെറിയ പ്രായത്തിൽ എന്നെ നേടിയെടുക്കാൻ പറ്റി. അതിന് എന്നെ സർവ്വശക്തൻ അനുഗ്രഹിച്ചു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്റെ ഫസ്റ്റ് സാലറിയും ക്രെഡിറ്റ് ആയി. അപ്പൊ മൊത്തത്തില് എല്ലാം ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ എഞ്ചിനീയറിംഗിന് പോകുന്ന സമയത്ത് പോലും എനിക്ക് മനസ്സുകൊണ്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു മേഖലയായിരുന്നു എഞ്ചിനീയറിംഗ്. കാരണം ഞാനൊരു ബയോളജി സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ തുടക്കത്തിലൊക്കെ കോഡിങ്, ഈ എന്തായാലും കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിക്കുമ്പോൾ കോഡിങ് ഇല്ലാണ്ട് പറ്റില്ല. അപ്പൊ ഈ കോഡിങ് എന്ന് പറയുന്നത് എനിക്ക് ശരിക്കും ഒരു വലിയൊരു കടമ്പ തന്നെയായിരുന്നു. മാത്രല്ല, ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് ഒക്കെ നിർത്തിയിട്ട് വീട്ടിൽ പോയാലോ എന്നൊക്കെ. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ 4 കൊല്ലം അവിടെ തീർത്തത്. ക്യുസാറ്റ് അടിപൊളിയാണ്, ക്യാമ്പസ് അടിപൊളിയാണ്, അവിടെയുള്ള സ്റ്റാഫ്സും എല്ലാവരും അടിപൊളിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് കോഡിങ് ബുദ്ധിമുട്ടായത് കൊണ്ട് അതൊരു ബാലികേറാമല എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഏരിയ ആണ് കോഡിങ്. അങ്ങനെയായിരുന്നു. പക്ഷെ ഒരു ആദ്യത്തെ 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എങ്ങനെയൊക്കെയോ ഞാൻ കഷ്ടപ്പെട്ട് കോഡിങ് പഠിച്ചെടുത്തു. അതുപോലെ ഇപ്പൊ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് കോഡിങ്ങിലാണ്. മാത്രമല്ല, എനിക്കിപ്പോ കോഡിങ് ആണ് എനിക്ക് ഭക്ഷണം തരുന്നത്. ലൈക്ക് അത്രയും അങ്ങനെ മാറി. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്, എന്നെ പോലെ തന്നെ കോഡിങ് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡിലാണോ ആ ഫീൽഡ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ഏത് പോയിന്റിലാണെങ്കിലും, ലൈഫിന്റെ ഏത് പോയിന്റിലാണെന്നുണ്ടെങ്കിലും ആ രീതിയിൽ അവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം കഴിയുന്ന അത്ര ഹാർഡ് വർക്ക് ചെയ്യാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന പല കാര്യങ്ങളായിരിക്കും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് എൻഡ് കൊണ്ടുവന്ന് തരാം ജീവിതത്തിൽ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ക്യുസാറ്റിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, എന്റെ ഫസ്റ്റ് സാലറി കിട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്ലേസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ട് ഫസ്റ്റ് സാലറി കിട്ടുന്ന സമയത്ത് എന്റെ ഉമ്മാക്കും എന്റെ സഹോദരങ്ങൾക്കും എന്റെ ഉപ്പാക്കും ഒക്കെ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ ആ ഒരു മൊമെന്റിൽ അവരുടെ മുഖം മാറുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം സന്തോഷമാവും അവരെന്നുള്ളതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെയായിരുന്നു ഞാൻ മുഴുനീളം ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചത്. പലപ്പോഴും എല്ലാം ഇട്ടെറിഞ്ഞു പോണെന്ന് ആലോചിക്കുമ്പോഴും ആ മുഖങ്ങളാണ്, എന്റെ പാരന്റ്സും എന്റെ സിബ്ലിങ്സും അവരുടെ മുഖങ്ങളാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പം അത്രയും
കഷ്ടപ്പാടിലും ഞാൻ നിന്ന് പൊരുതി നേടിയതാണ് ഇന്ന് എന്റെ ഈ ജോലി, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഈ നിൽക്കുന്ന അവസ്ഥ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എത്ര ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ഹാർഡ് വർക്ക് ചെയ്യാം. കാരണം ആ പോയിന്റിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് എന്തായാലും ആ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. അത് എഞ്ചിനീയറിംഗിൽ എന്നല്ല, കോഡിംഗിൽ എന്നല്ല, ഏത് ഫീൽഡിലാണെങ്കിലും. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ എപ്പോഴും ആലോചിക്കുക, നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് കിട്ടും, തീർച്ചയായും കിട്ടും. ഓക്കെ. പിന്നെ എന്നെ സംബന്ധിച്ച് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി സാലറി ക്രെഡിറ്റ് ആയി എന്നുള്ളത്. അപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ചതാണ് ഓരോ സാലറി കിട്ടുമ്പോഴും ഒരു സെൽഫ് അപ്രീസിയേഷൻ എന്നുള്ള പോലെ കുഞ്ഞു എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്ലാന്റ്സ്, അതുപോലെ ട്രീസ്, ഗാർഡനിങ്, അഗ്രികൾച്ചർ, ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എന്നെ ഹാപ്പി ആക്കുന്നത്. ഞാൻ ചെറുപ്പം തൊട്ടേ എനിക്ക് അഗ്രികൾച്ചർ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതെന്ന് വെച്ചാൽ ഞാൻ വലിയ ഫാർമർ ഒന്നല്ല, ബട്ട് സ്റ്റിൽ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു കുഞ്ഞു ഗാർഡൻ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ അത്യാവശ്യം ഇങ്ങനെ കൾട്ടിവേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു ചെറുപ്പം തൊട്ടേ. അപ്പോൾ അതെന്നെ ഹാപ്പി ആക്കുന്ന വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് എന്റെ റൂമിലേക്ക് ഒരു കുഞ്ഞു പ്ലാന്റ് വാങ്ങാന്നുള്ളത്. എനിക്ക് വലുതൊന്നും ഇപ്പം വാങ്ങാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവിടെ സ്നോ വരാൻ പോവാണ്. അപ്പൊ എന്തായാലും ഈ പ്ലാന്റ്സിനൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു കുഞ്ഞു പ്ലാന്റ് വാങ്ങിയിട്ട് അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് വലിയ പ്ലാന്റ് വാങ്ങാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ ഞാനിപ്പം എത്തിയിട്ടുള്ളത് ജപ്പാനിലെ ഹോം സെന്റർ ആയിട്ടുള്ള ഇനായിലാണ്. അപ്പൊ ഇനായിൽ നമുക്ക് എല്ലാ ടൈപ്പ് വീട്ടിലോട്ട് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പൊ ഇവിടെ കുറെ പ്ലാന്റ്സും ഉണ്ട്, അതുപോലെ വെജിറ്റബിൾസും എല്ലാം ഉണ്ട്. അപ്പൊ നമ്മള് ഇന്ന് അതിലൊരു കുഞ്ഞു പ്ലാന്റ് വാങ്ങിയിട്ട് നമുക്ക് സ്വന്തമായിട്ടൊന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ. അപ്പൊ ഇതാണ് ഇനായിലെ പ്ലാന്റ്സ് ഒക്കെ. നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ പ്ലാന്റ്സും ഒന്നും ഇവിടെ ഇല്ല, പക്ഷെ കുറെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള വളരുന്ന മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കുഞ്ഞു ഫ്ലവർ പ്ലാന്റ് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ പ്ലാന്റ്സ് ആയിട്ട് വരുന്നത്. അത്യാവശ്യം റേറ്റ് ഒക്കെ ഉണ്ട് എല്ലാ പ്ലാന്റ്സിനും, ബട്ട് സ്റ്റിൽ നമ്മുടെ ഒരു സന്തോഷമാണല്ലോ, എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നൊരു പ്ലാന്റ് വാങ്ങാൻ പോവാണ്. നമുക്ക് നോക്കിയിട്ട് വാങ്ങണം ഏതാ വാങ്ങണ്ടേ എന്നുള്ളത്. നമുക്ക് അങ്ങനെ നല്ലൊരു പ്ലാന്റ് കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ വളർത്താൻ പറ്റുമെന്ന് പ്രതീക്ഷയില്ല, കാരണം അത്രയും തണുപ്പാണ്. അതുപോലെ തന്നെ സ്നോവും ഇനി ഇങ്ങനെ വരാൻ പോവാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു പ്ലാന്റ് വാങ്ങിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം വളരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. കണ്ടോ, നല്ല ഭംഗിയുള്ള റോസ് ഒക്കെയാണല്ലേ. ഓക്കെ, നോക്കിയാൽ നല്ല റോസാണ്. എൻ്റെ വീട്ടിലും എനിക്കിങ്ങനെ ഒരുപാട് റോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ വീടാണ് ഓർമ്മ വരുന്നത്. ലൈക്ക് എൻ്റെ ഉമ്മാക്കും ഇങ്ങനെ ഈ പ്ലാന്റ്സും അതുപോലെ തന്നെ റോസൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഉമ്മാക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് റോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ഉമ്മയും ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇങ്ങനെ കാണുമ്പോഴൊക്കെ. ഇതാണ് നമ്മുടെ പ്ലാന്റ്സ്. കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പം കമ്പാരിറ്റീവ്ലി കുറവാ തോന്നുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ വിന്റർ അല്ലേ, അപ്പൊ പ്ലാന്റ്സിലൊന്നും അധികം ഫ്ലവേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ ഉള്ള ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള പ്ലാന്റ്സ് വാങ്ങിയിട്ട് നമുക്ക് പോവാം. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പൂ തന്നെയാ. അപ്പൊ ഇതാണ് നമ്മളുടെ ഹോം സെന്ററിലോട്ടുള്ള എൻട്രൻസ്. ഇതിന്റെ ഫ്രണ്ടിലാണ് ഇങ്ങനെ ചെടികളൊക്കെ ഉള്ളത്. കണ്ടോ, ലെമൺ ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്തായാലും നമ്മളുടെ അവിടെ സർവൈവ് ചെയ്യില്ല. ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടായിരിക്കും ഇതിങ്ങനെ നിൽക്കുന്നുണ്ടാവുക. ഇതാണ് നമ്മുടെ എൻട്രൻസ്. അകത്തും ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. ഫ്ലവർ ബോക്കറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഈ കറ്റാർ വാഴയ്ക്കൊക്കെ ഇവിടെ 498 എന്നാണ്. ടാക്സും കൂടെ കൂട്ടിയിട്ട് 548 എന്നാണ് ഇവിടെ. അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇത്രയും ചെറിയ പ്ലാന്റ്സിന് വരെ ഇവിടെ 328 എന്ന് പ്രൈസ് ഉണ്ട്. കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ. ലൈക്ക് ഇത്ര സൈസേ ഉള്ളൂ, പക്ഷെ റേറ്റ് നല്ലോണം ഉണ്ട് ഇവിടെ ജപ്പാൻ. അപ്പോ നമ്മൾ കുറെ ചുറ്റിക്കറങ്ങി ഒരു പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്ലാന്റ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ്. അപ്പൊ നമ്മൾ ഇനി ഇതിനെ പരിപാലിച്ച് നോക്കിയിട്ട് വളരെയാണെന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ഫ്ലവേഴ്സ് വാങ്ങും നമ്മുടെ റൂമിലേക്ക്. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഇതാണ് വാങ്ങിയിട്ടുള്ളത്. ഇനി പോയിട്ട് ബില്ല് ചെയ്യാം.
いらっしゃいませ。お待たせしました。クレジット。クレジットは一発払いでよろしいでしょうか。അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഫൈനലി ചെടിയെല്ലാം വാങ്ങിയിട്ട് റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണിപ്പം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.